ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഇത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ 4 മണി പലഹാരം കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ബൗളിലേക്ക് ഞാൻ പൊടിച്ച മാവ്, റവ മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ഇളക്കി നോക്കാം. ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച 1/2 കപ്പ് വെള്ളമേ വേണ്ടി വന്നുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ പൊടിച്ചെടുത്ത റവയും പിന്നെ തേങ്ങയും പഞ്ചസാരയും മാവും എല്ലാം നന്നായിട്ട് മിക്സായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിലൊന്ന് തടവിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കൈയൊക്കെ നമുക്കൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങാവുന്നത്രയും മാവെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മാവിലേക്ക് ഒഴിക്കാൻ എടുത്ത വെള്ളത്തിൻ്റെ പകുതി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യിലൊന്ന് ശകലം ഒരു എണ്ണയുടെ അംശം ഒന്ന് കാണിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈവെള്ളയിൽ ഒതുങ്ങാവുന്നത്രയും ഒരു ഉരുളയാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് നമുക്കിതുപോലെ വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട്ലറ്റിനൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നില്ലേ റൗണ്ടിന്, അതുപോലെ ഒന്ന് പതിച്ചെടുക്കുക. ഇതുപോലെ ഇതൊരു അപ്പച്ചട്ടിയിലേക്ക് ചൂടാക്കാൻ വെച്ചിരുന്ന എണ്ണയിലേക്ക് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു ചൂട് മതി. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് മൊരിയിച്ചെടുക്കാൻ. തീ വല്ലാണ്ട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തതാണേ. ഇതും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ അതും ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ രണ്ടാമത്തെ പലഹാരവും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇത് ലാസ്റ്റുള്ളതാണേ. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരമാണ്. നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ പലഹാരം മൊത്തം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് വെളിയിൽ സൂക്ഷിക്കാം കേട്ടോ. മീതെ നല്ല ക്രിസ്പിയാകും, നല്ല സോഫ്റ്റുമാണ് ഈ പലഹാരം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊന്നെടുത്ത് പുലർന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ പൊരിച്ചെടുക്കുമ്പോൾ. അതുപോലെ തന്നെ ടേസ്റ്റിലും ഒരു കുറവുമില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ആവി പറക്കുകയാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അതുപോലെ മീതെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനുടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്